ഞങ്ങൾ ഉല്ലാസയാത്രക്കോട്. അല്ല റബിലു, എവിടെ പോണ്? ഉല്ലാസയാത്രക്കോട്. റബിലു, നമ്മളെവിടെ പോണേ? ആണോ? പോവാ. എവിടെ പോണ റബിലു? അവള് ഉല്ലാസയാത്രക്ക് എവിടെ പോണ? ഏത് സ്ഥലമാണ്? മൂന്നാറാണോ? പാപ്പേരുണ്ടോ? ബ്ലോഗാണോ? ബ്ലോക്കാണോ? ചലോ മൂന്നാർ. ഞാനില്ല, ഞാനല്ലാണ്ട് പെണ്ണുങ്ങൾ മാത്രം. ആണോ? പെണ്ണുങ്ങൾ മാത്രം പോണേന് ഒരു വിഷമുണ്ടോ? നിങ്ങളെ വീട്ടിലിരുത്തി പണിയെടുപ്പിച്ചിട്ട് പെണ്ണുങ്ങള് മൊത്തം ഞായറാഴ്ച പിള്ളേരിറങ്ങി. രാവിലെ 5:30 മണി, ആലുവ ബാങ്ക് ജംഗ്ഷൻ. എവിടെ പോണേ? ആരെ കൊണ്ട്? ഇറങ്ങി അടിച്ച് നടക്കണല്ലേ? സുഖമാണ്. ഫുൾ ആണ്. ഹായ് മമ്മി, എവിടെ പോണേ? എവിടെ ടൂർ? എവിടെ? അന്ന് ഉണക്കുഴി അടിച്ചു പറ. എവിടെ പോണേ? എന്താ റബില എവിടെ പോണേണ്ടി? ഞാനില്ല. നിങ്ങൾ ഉല്ലസിച്ചിട്ടോ? നിങ്ങൾ പെണ്ണുങ്ങൾ മൊത്തം പോയിക്കോ. നിങ്ങ ഇങ്ങനെ സർക്കാരിന്റെ ഏതിലാ? KSRTC ഏതിലാണ്? ബസ്സിലാണ്? സർക്കാരിന്റെ ബസ്സിലാണോ? ഏതിലാണ്ടി പോണ? വണ്ടി പോരുമായിരിക്കും. വെയിറ്റ് കൂടെ ഇറങ്ങിയേക്കേ. വീട്ടിലുള്ള പണി മൊത്തം എന്നെ ഏൽപ്പിച്ചിട്ട് 3 കൂടി ഊരുണ്ടാൻ വേണ്ടി ഇറങ്ങിയാനെ. ഞാൻ തിന്നാണ്ടാക്കണ ഞായറാഴ്ച ആയിട്ട് മൂന്നാർ ഇറങ്ങാൻ വേണ്ടി പോയേക്കേ. ഈ മൂക്കൊണ്ട വെണ്ണൊക്കെ പോണല്ലേ? ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടാ. അന്വേഷിക്കൂടി എന്നെ വിളിച്ച്. ഞാൻ ഇല്ലാണ്ട് ടൂർ പോണേ. ഉള്ള പെണ്ണുങ്ങള് മൊത്തം സർക്കാർ ഓരോ KSRTCയുടെ ഓരോ ഇതും തുറന്നു വെച്ചേക്കണേ പെണ്ണുങ്ങൾക്ക് ഉല്ലസിക്കാൻ. വാടക എടുത്തേക്കണ കാശ് പുളിങ്കുരു പോലെ എണ്ണി കൊടുത്തേക്കല്ലേ $. അതൊരു ഉല്ലാസയാത്ര ആണാ? കാശ് ഫോട്ടോ ചെയ്യും. ഈ ബസ് കയറി പോകും. എടിപാടി ഈ പെണ്ണിന് താണ്ട. അതന്നെ പച്ച വണ്ടി എവിടെ? എഞ്ചു എല്ലാരും പോണേയല്ലേ? ഹായ് ഹായ് മോൻ. ബസ് ഒന്നുണ്ട്. ഹായ്, എന്താണ് സുഖമാണ്? ഞാൻ വരട്ടെ? ഞാനല്ലേ നിങ്ങൾ പോയിട്ടോ? നിങ്ങൾ എല്ലാവരും സുഖം. നോക്കട്ടെ റബിൽ. 3 യാത്ര ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അവിടെ മാത്രമേ നിർത്തുള്ളൂ എന്നാണ്. പക്ഷെ പോണ വഴിക്ക് കോതമംഗലത്തിനടുത്തുള്ള ഇഞ്ചത്തൊട്ടി തൂക്കുപാലം അവിടെ നിർത്തിയായിരുന്നു കുറച്ച് പേര്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതാണോ അമ്മ? ഇതാണോ?
എല്ലാവരും ഷട്ടർ ഇട്ടിട്ട് മൊബൈലും ഇങ്ങനെ പേഴ്സും എടുത്തുകൊണ്ട് വണ്ടി ഇറങ്ങി പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നു. കറക്റ്റ് 8:30 വണ്ടി അപ്പം നമ്മൾ ടൈം ശരിയും 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തി. 8:30 ആകുമ്പോൾ തിരിച്ച് ബസ്സിൽ കയറണമെന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വേഗം പോയി വന്ന് അതിൻ്റെ ഇടയിൽ ഞങ്ങളെടുത്ത ഫോട്ടോയാണ് കേട്ടോ ഇത്. അത്യാവശ്യം എല്ലാവരും ഒരുമിച്ച് കയറിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. പാലത്തിന് നല്ല ആഴമെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തൂക്കുപാലത്തിലൊക്കെ കയറണത്. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ആയിട്ട് പാലം ഇറങ്ങി വരണോടത്ത് ഒരു കടവൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കാലൊക്കെ കഴുകാൻ പറ്റും. ചെറിയ 2 നടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് റബീലുവിൻ്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു. 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയായിരുന്നു. ഞങ്ങൾ മൂന്നാറിലേക്ക് പോയി. പിന്നെ ഇടയ്ക്ക് ഒരു 9:30 ആയപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. എല്ലാവരും അവരവർക്കുള്ള ഫുഡൊക്കെ കരുതിയായിരുന്നു. ഞങ്ങൾക്ക് ശലിക്കുഞ്ഞുമ്മ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പത്തിരി ഉണ്ടായി, ബ്രെഡ് ഉണ്ടായി, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം റോഡ് സൈഡിൽ നിന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ റബീലും ഓടുമോ അങ്ങനത്തെയൊക്കെ കുറച്ച് ടെൻഷനിലായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. ഞാനാണെങ്കിൽ രാവിലെ തന്നെ പോരുന്നുള്ളതുകൊണ്ട് ചെറിയ സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സൊക്കെയാണ് എടുത്തത്. പക്ഷേ അത്യാവശ്യം നല്ല ചൂടായിരുന്നു. നന്നായി ആവി എടുക്കണ്ടായിരുന്നു. പിന്നെ സൈഡ് സീറ്റ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ മൂന്നാറിൽ സൈഡ് റോഡൊക്കെ നല്ല പണിയാണ്. അങ്ങനെ പോകണം. അപ്പോൾ റബീലു ആണെങ്കിൽ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആൾ വണ്ടിയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ ഒട്ടും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളി ട്രിപ്പായിരുന്നു എന്തായാലും. ഞങ്ങളൊരു 11:30 മൂന്നാർ ടൗൺ എത്തി. ബൊട്ടാനിക്കൽ ഗാർഡൻ കയറാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല റഷായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഡ്രൈവർ ചോദിച്ചു ഏതാണ് മാട്ടുപ്പെട്ടി റോഡ് വഴി പോകണോ അതോ മറ്റേ റോഡ് ഗ്യാപ്പ് റോഡ് വഴി പോകണോ എന്നൊക്കെ. മാട്ടുപ്പെട്ടി റോഡ് വഴി നമ്മൾ എപ്പോഴും പോണതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ടൂറിസ്റ്റ് സീസൺ ആയതിന് വെക്കേഷൻ സീസണൊക്കെ അല്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ മറ്റേ റോഡാണ് പിടിച്ചത്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഇടയ്ക്ക് ഇത് ഏതാ സ്ഥലം ഞാൻ ഓർക്കല്ല, ഒരു വലിയ ഗുഹയൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പാട്ട് സ്പീക്കർ താഴെ ഇറക്കി വെച്ചിട്ട് അവിടെ കസിൻസ് എല്ലാവരും കൂടി ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ സെറ്റിൻ്റെ വക വേറെ ഡാൻസ് ഉണ്ടായിരുന്നു. മൊത്തം അടിപൊളി മൂഡായിരുന്നു. KSRTC ബസ്സിൻ്റെ സൈഡിലിരുന്ന് ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞാൽ അത് ശരിക്കും വേറൊരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. പലതവണ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ ഇങ്ങനെ ഇത്രയും ലോങ് പോകുന്നത് റബീലുവിനെ കൊണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവൾ ഇത്ര നേരം ബസ്സിൽ ബോറടിക്കുമോ എന്ത് ചെയ്യും. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ച ഒരു 1 മണി 1:30 സമയം ആനയിറക്കൽ ഡാമിൻ്റെ ആ ഒരു സൈഡാണ്. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. വണ്ടി ഒതുക്കുകയാണ്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് അവരെന്നെ ഫുഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് പേ ചെയ്യണം. പക്ഷേ അടിപൊളി നല്ല ഫുഡായിരുന്നു കേട്ടോ. ചോറുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, ക്യാബേജ് ഒലത്തുണ്ടായിരുന്നു, നല്ല അടിപൊളി മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ പയറും മത്തങ്ങയും കൂടിയുള്ള ഒലത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. ഫുഡ് നമ്മൾ ഈവൻ എന്താ പറയുക കുടിക്കാനുള്ള വെള്ളം വരെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അധികം എരിവൊന്നും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. വെള്ളം വേണോ? വീട്ടിൽ 4:30 ആയപ്പോഴേക്കും അവർ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുള്ളടത്ത് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കുക, ചായ കുടിക്കുന്നവർക്ക് ചായ കുടിക്കുക. അതിന് വേണ്ടിയിട്ട് അവർ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെ അല്ല തിന്നാ മതിയേ റബിലു. ഇല്ലടാ ഇനിയല്ല പറയണില്ലാന്ന്. അവിടെ നീക്കാം.
വേഗം കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? യമ്മി? സൂപ്പർ. ആ കഴിച്ചോട്ടാ. 6 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങിയായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് ഒരാൾക്ക് 750 റുപ്പീസാണ് ആയത്. ഇത് കൊടുങ്ങല്ലൂർ സ്റ്റാൻഡിൽ നിന്ന് എടുത്ത ബസ്സാണ്. കാരണം ഇവർ കൂടുതലും എല്ലാവരും മാതിലകം അവിടെ നിന്നൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ 3 പേരും മാത്രമാണ് ഇവിടെ നിന്ന് ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് കയറിയത്. ഞങ്ങൾ വാഴക്കാലയിൽ നിന്ന് നേരെ ബാങ്ക് ജംഗ്ഷനിൽ അവിടെ നിന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ.